ഓക്കെ. ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദി എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൂപ്പർ നോഡ് അനാലിസിസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നോഡ് അനാലിസിസ് അവസാനിപ്പിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ നോഡ് അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ ഇപ്പോൾ കാണുമ്പോൾ സൂപ്പർ നോഡ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യം നോഡുകളെയൊക്കെ കണ്ടുപിടിച്ച് അപ്പോഴേക്കേ നമുക്ക് സൂപ്പർ നോഡ് അതൊന്നും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എനിക്കിത് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ക്വസ്റ്റ്യനും സൊല്യൂഷൻ എല്ലാം കണ്ടതാണല്ലോ. അതുകൊണ്ട് സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോഡുകളെ ക്വാളിഫയിങ് ഡിസ്ക്വാളിഫയിങ് പ്രോസസ്സ് നടത്തുക. അത് നമുക്കറിയാം. നോഡുകളെ ക്വാളിഫയിങ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇത് ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, താഴെയുള്ള ആൾക്കാരെ മാത്രമല്ല, ഇടയിൽ നിന്നും ഇതുപോലെ ഗ്രൗണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ചെയ്താണോ അയാളെ ഗ്രൗണ്ട് ആക്കി സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അത് ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഗ്രൗണ്ട് ആക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തത്. സോ നോഡുകളെ ക്വാളിഫയിങ് ഡിസ്ക്വാളിഫയിങ് പ്രോസസ് നടത്തുക. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാര്യം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ നോഡൽ അനാലിസിസിലും അത് പറഞ്ഞതാണ്. സോ ഫസ്റ്റ് വീഡിയോ മുതൽ കാണുകയാണെങ്കിലാണ് ഈ ഒരു ഫ്ലോയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഇതൊരു നോഡാണ് കേട്ടോ, ഇതൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്. ഓരോരുത്തർക്ക് ഞാൻ പേര് കൊടുക്കുകയാണ്. ഇയാളെ ഞാൻ വി എ എന്ന് വിളിക്കുന്നു, ഇയാളെ ഞാൻ വി ബി എന്ന് വിളിക്കുന്നു. സോറി, നമുക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റാം. എഴുതുന്ന സമയത്ത് കളർ മാറ്റാം, അല്ലെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഇയാളെ ഞാൻ വി എ എന്ന് വിളിക്കുന്നു, ഇയാളെ ഞാൻ വി ബി എന്ന് വിളിക്കുന്നു, ഇയാള് ഗ്രൗണ്ടിനോടാണ്, അതുകൊണ്ട് നമ്മൾ വി എന്ന് വിളിക്കുന്നത് 0 ആണ്. ഓക്കെ. ഇയാളെ ഞാൻ വി സി എന്ന് വിളിക്കുന്നു. ഇതെന്തുകൊണ്ടാ? ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ആണെന്ന് കേട്ടോ. ഫൈൻ. ബാക്കി നോഡുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇയാളെ ഗ്രൗണ്ട് ആക്കിയാൽ മതി. അപ്പൊ നോഡൽ അനാലിസിസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്വാളിഫയിങ് ഡിസ്ക്വാളിഫയിങ് പ്രോസസ്സിനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ലൈ കെ സി എൽ ടു വി എ നോഡിലേക്ക് നമ്മൾ കെ സി എൽ അപ്ലൈ ആണ്. നിങ്ങൾ കറണ്ടിന്റെ ഡയറക്ഷൻ എല്ലാം പുറത്തേക്കാണ് നമ്മൾ സാധാരണ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതുവരെ. ദിസ് ഈസ് I1 ആക്കി കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യാണ്, ഈ മേലേക്കുള്ള ഈ കറണ്ടിനെ ഞാൻ I2 ആക്കി കൊടുക്കുന്നു, ഇങ്ങനെയുള്ള ഈ കറണ്ടിനെ I3 ആക്കി കൊടുക്കുന്നു. സോ I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു 0. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇവൻ എന്താ എഴുതുന്നത് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വീഡിയോ മുതൽ കാണുക. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബേസിക് ആയുള്ള കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാകും. ഓക്കെ. I1 നമുക്ക് എങ്ങനെ എഴുതാം, സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് നമ്മുടെ ഐയുടെ ഇക്വേഷൻ എന്താ, I ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ് പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാണ്, വി എ. എൻഡിങ് പോയിന്റ് ആരാ, ഇവിടെ നിന്ന് തുടങ്ങി വി ബിയിൽ പോയിട്ട് അവസാനിക്കുന്നുണ്ടല്ലേ ഇത്. ഞാൻ പറഞ്ഞു, ഒരു നോഡിൽ തുടങ്ങി അടുത്ത നോഡിൽ പോകുമ്പോൾ കറണ്ടിന് അധികമാണ്. പ്ലസ് ഓർ മൈനസ് ഈ ബ്രാഞ്ചിൽ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, അവിടെയുള്ള റെസിസ്റ്റൻസ് 10 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് വി എ. ഇവിടെ പോയി അവസാനിക്കുന്നത് വി സിയിൽ പോയിട്ട് അവസാനിക്കുന്നില്ലേ. പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, അവിടെയുള്ള ഇത് റെസിസ്റ്റർ 20 പ്ലസ് I3 എന്ന് പറഞ്ഞാൽ ആരാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് വി എ, എൻഡിങ് പോയിന്റ് 0 സോ -0 പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, 5 എന്ന് എഴുതാണ്. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഡിനോമിനേറ്ററും ഒരേപോലെ ആക്കുന്നു. എല്ലാ ഡിനോമിനേറ്ററും ഒരേപോലെ ആക്കാനായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഏറ്റവും വലിയ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരെയും എങ്ങനെയൊക്കെ ഒന്ന് ഒരേപോലെ ആക്കിയാൽ മതി. തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാം 20 ആയല്ലോ. ആയി. So 2VA minus 2VB divided by 20. ഓക്കെ, എല്ലാം 20 ആയി. അപ്പോൾ നമുക്ക് ഒറ്റ ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. പ്ലസ് VA മൈനസ് VC പ്ലസ് 4VA
എല്ലാം 20 ആയി. സോ ഒറ്റ ഡിനോമിനേറ്റർ എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു 0. ഈ 20 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് ആ 20 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? അത് 0 ആവും. 20 × 0 0. ശരിയല്ലേ? സോ ആ സ്റ്റെപ്പും കൂടെ ഞാൻ ഒന്നിച്ച് ഇവിടെ എഴുതുകയാണ്. ഓക്കെ, ഫൈൻ. സോ 2VA minus 2VB plus VA minus VC plus 4VA is equal to, ഇവിടെ 20 ഉണ്ട്, ആ 20 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ ആയി പോകും. ഇനി എത്ര VA ഉണ്ട്? 2 VA, 4 VA, 1 VA. എത്ര VA ഉണ്ട്? 7 VA. 7 VA, 7 VA, കളർ ഒന്ന് മാറ്റി പിടിക്കാം. 7 VA minus 2VB minus 2VB, കളർ മാറിയില്ലേ, minus VC is equal to 0. This is equation 1. This is equation number 1. ഇനി അടുത്തത് ഈ നോഡിന്റെ ഇക്വേഷൻ എഴുതി. അടുത്ത നമുക്ക് ഈ 2 നോഡുകൾ കൂടെ അല്ലേ ഉള്ളൂ. അവിടെ നോക്കുമ്പോൾ VBയും VCയും തമ്മിൽ എന്തുണ്ടാകുന്നുണ്ട്? VBക്കും VCക്കും ഇടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമായിട്ട് നിൽപ്പുണ്ട്. VBക്കും VCക്കും ഇടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അവിടെ വേറൊന്നും ഇല്ല, അതും കൂടെ ശ്രദ്ധിക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടേ പ്രശ്നമില്ല. VBക്കും ഇവിടെ നോക്കിയേ, ഇവിടെ ഈ VCക്കും ഈ V എന്ന് പറയുന്ന ഗ്രൗണ്ടിന് ഇടയിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ റെസിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. വോൾട്ടേജ് സോഴ്സ് മാത്രമായിട്ട് വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണല്ലേ. ഓക്കെ, അയ്യോ ഇതുണ്ടോ, 2 നോഡുകൾക്കിടയിൽ വോൾട്ടേജ് സോഴ്സ് മാത്രമാണ്. ഇവിടെ ഞാൻ പറയാൻ മറന്നു, മാത്രം വന്നാലാണ് നമ്മൾ സൂപ്പർ നോഡ് ചെയ്യുന്നത്. ഫൈൻ. സോ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നമ്മൾ ഇവിടെ സൂപ്പർ നോഡ് നമ്മൾ ചെയ്യുന്നു. സൂപ്പർ നോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നോഡ് VB ആൻഡ് VC എന്താണ്? ക്രിയേറ്റ്സ് എ സൂപ്പർ നോഡ്. ഒരു സൂപ്പർ നോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സൂപ്പർ നോഡ് രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതണം. സോ അതിനെ യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതാനാണ് പറഞ്ഞത്? ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്ന നോഡ് മൈനസ് നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന നോഡ് ഈസ് ഈക്വൽ ടു ഇതിന്റെ വോൾട്ടേജ്. പോസിറ്റീവ് സൈഡിൽ ആരാ നിൽക്കുന്നത്? VC. മൈനസ് നെഗറ്റീവ് സൈഡിൽ VB ഈസ് ഈക്വൽ ടു വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 45. ഇതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതിക്കോ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. കാൽക്കുലേറ്റർ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര നോഡുകളുണ്ടോ ആ നോഡുകളെല്ലാം ഉൾപ്പെടുത്തണം. ഓൾസോ ആദ്യം VA എഴുതണം, പിന്നെ VB എഴുതണം, പിന്നെ VC എഴുതണം. ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. സോ ആദ്യം ഞാൻ 0 VA, പിന്നെ നമ്മൾ VB എഴുതണം, മൈനസ് VB പ്ലസ് VC ഈക്വൽ ടു 45. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ സിൻടാക്സ് എറർ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാനായിട്ട് പറയുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് എന്നൊക്കെ മെഷിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഓർഡറിൽ തന്നെ വീഡിയോ കാണുക. ഇനി അടുത്ത് എന്താണ്? അപ്ലൈ KCL ടു സൂപ്പർ നോഡ്. അപ്ലൈ KCL ടു സൂപ്പർ നോഡ്. സൂപ്പർ നോഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? KCL അപ്ലൈ ആണ്. നമുക്കറിയാം നമ്മൾ ഈ ബ്രാഞ്ച് ഉപയോഗിച്ചു. ഇനി ഈ ബ്രാഞ്ചിലേക്ക് നമ്മളൊരു കറണ്ടിനെ പോലും വിട്ടുകൊടുക്കില്ല. അത് കറിവേപ്പില ബ്രാഞ്ചായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സോ VBയിലുള്ള കറണ്ട്, ഇങ്ങോട്ടേക്കൊരു കറണ്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊരു കറണ്ട് പോകുന്നുണ്ട്. ഈ കറണ്ടിനെ ഞാൻ I4 എന്ന് വിളിച്ചോട്ടെ, ഈ കറണ്ടിനെ ഞാൻ I5 എന്ന് വിളിച്ചോട്ടെ. ഇങ്ങോട്ടേക്ക് കറണ്ടിനെ വരയ്ക്കാൻ പാടുണ്ടോ? പാടില്ല. ഇതിപ്പോ കറിവേപ്പില ബ്രാഞ്ച്, അങ്ങോട്ടേക്ക് വരയ്ക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങോട്ടേക്കുള്ള കറണ്ടിനെ ഞാൻ I6 എന്ന് വിളിക്കുന്നു, ഇങ്ങോട്ടേക്കുള്ള കറണ്ടിനെ ഞാൻ I7 എന്ന് വിളിക്കുന്നു. ഇങ്ങോട്ടേക്ക് കറണ്ടിനെ വരയ്ക്കാവോ? പാടില്ല. ഇത് കറിവേപ്പില ബ്രാഞ്ച് ആണ്. ഓക്കെ, നമ്മൾ ഈ VA എഴുതിയപ്പോൾ ഒറ്റയ്ക്ക് എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? VBയും VCയും ഒന്നിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എന്താ എഴുതേണ്ടത്? I4 പ്ലസ് I5 പ്ലസ് I6 പ്ലസ് I7 ഇസ് ഈക്വൽ ടു 0. കാര്യം എന്താ? അവർ രണ്ടുപേരും സൂപ്പർ നോഡ് ഉണ്ടാക്കി. അപ്പൊ അവർ രണ്ടുപേരെയും വെച്ച് നമ്മൾ എഴുതണം. ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഈ ഇക്വേഷൻ, കറണ്ടിന്റെ ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ഇക്വേഷൻ എഴുതിക്കോ. എങ്ങനെയാണ് എഴുതുന്നത്?
എങ്ങനെയാണ് വരുന്നത്? I4 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ്. VB മൈനസ് VA ഡിവൈഡഡ് ബൈ 10 പ്ലസ് I5 എന്ന് പറഞ്ഞാൽ എന്താണ്? I5 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് VB ആണ്, എൻഡിങ് പോയിന്റ് എവിടെയാ? ഇത് ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ പോയി ചേരും. ഓക്കെ, സോ അത് 0 ആണ്. -0 പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഉണ്ടോണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലേ. പേന തെളിയുന്നില്ല, മഷി തീർന്നു. എന്തായത് മഷി തീരുകയല്ലോ അല്ലേ. പോസിറ്റീവിലാണ് വരുന്നത്. കാരണം ഇത്രയും നേരം ഇങ്ങനെ വന്നിട്ടില്ല അല്ലെ. പോസിറ്റീവിലാണ് അവസാനമായിട്ട് വന്നിറങ്ങിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവില് അങ്ങെടുത്താൽ മതി. സോറി, ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചായിരുന്നു കേട്ടോ വന്നത്. ഞാൻ വരച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചായിരുന്നു വന്നത്. ഇങ്ങനെ തന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അതിലൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇയാളെങ്ങ് മറ്റേ മങ്കിപ്പൻ സിനിമയിൽ പറയുന്ന പോലെ ഒരു വലിയ വര ചെറിയ വര ആക്കാനായിട്ട് ഒരു വലിയ വര അപ്പുറത്ത് വരച്ചാൽ പോരെ. ഇതാണ് വലിയ സൈഡ്. ഇത് 20 വോൾട്ട് തന്നെ, പക്ഷെ വലിയ സൈഡ് ഇതാ. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ -20 എഴുതണം. -20 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റർ 5 പ്ലസ് I6 എന്ന് പറഞ്ഞാൽ എന്താ? VC മൈനസ് എൻഡിങ് പോയിന്റ്, പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -120 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റർ 15. I7 എന്ന് പറഞ്ഞാൽ എന്താ? I7 VC മൈനസ് VA ഡിവൈഡഡ് ബൈ 20. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലായിരിക്കും. അതുകൊണ്ട് ഓർഡറിൽ വീഡിയോ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ വ്യൂസ് കൂടണ്ടേ? അതല്ലേ നമ്മുടെ ലക്ഷ്യം. ആണോ? അതൊന്നുമല്ല, എൻ്റെ ലക്ഷ്യം അതല്ല കേട്ടോ. എൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് അറിവ് പകർന്നു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്ററുകളെല്ലാം ഇനി ഒന്നിച്ച് ഒരുപോലെ ആക്കണം. ഡിനോമിനേറ്ററുകളെല്ലാം നമ്മൾ ഒരുപോലെ ആക്കാനായിട്ട് ഇയാളെ ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇയാളെ ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇയാളെ ഞാനൊരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇയാളെ ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെയാണ് ഞാൻ ഡിനോമിനേറ്റർ ആക്കാൻ ഉദ്ദേശിച്ചത്. 60-നെയാണ്. 60-നെ തന്നെ ആക്കണമെന്ന് നിർബന്ധമുണ്ടോ? വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്കാം. എല്ലാ ഡിനോമിനേറ്ററും ഒരേപോലെ ആവണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, സോ എല്ലാ ഡിനോമിനേറ്ററും 60 ആവും. അപ്പോൾ ഇത് 6VB മൈനസ് 6VA പ്ലസ് 12VB. 12 × 20 എത്ര വരിക? 240 അല്ലേ? -240 പ്ലസ് 4VC. 4 × ഇത് എത്രയാണ്? 120 -480 പ്ലസ് 3VC -3VA ഹോൾ ഡിവൈഡഡ് ബൈ 60 അല്ലെ? ഹോൾ ഡിവൈഡഡ് ബൈ 60 ഉണ്ട്. ഈസ് ഈക്വൽ ടു 0. ആ 60 അപ്പുറത്തേക്ക് പോകുമ്പോൾ അതും 0 ആവും. അതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി എന്താണ്? ഒരേപോലെയുള്ളവരൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യുകയാണെന്ന് മനക്കി എഴുതുകയാണ്. നിങ്ങളിത് നോക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര VA ഉണ്ട്, എത്ര VB ഉണ്ട്, അവരെയൊക്കെ ഒന്നിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. -9VA പ്ലസ് 18VB പ്ലസ് 7VC ഇസ് ഈക്വൽ ടു 720 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നോക്കിയാൽ ഓർഡർ കറക്റ്റ് ആണോ? VA ആണ് ആദ്യം, VB ആണ് ആദ്യം, VC ആണ് ആദ്യം. എല്ലാവരും ഉണ്ട് താനും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. 3 ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ 3ഉം കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് VAയുടെ വാല്യൂ കിട്ടുന്നത്, VA എന്ന് പറഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് 15.81. VB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 21.89. VC നിങ്ങൾക്ക് കിട്ടും 66.89. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഈ 50 ഓമിലൂടെ പോകുന്ന കറണ്ട് ആരാണ്? 50 ഓമിലൂടെ പോകുന്ന കറണ്ട് ആരാണ്?
I6 ആണ്. I6ന്റെ ഇക്വേഷൻ ഏതാ? I6ന്റെ ഇക്വേഷൻ ഏതാ? PC മൈനസ് 120/15. PCയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, അത് മൈനസ് 120/15 നിങ്ങൾ ചെയ്യാം. ഓക്കെ, PC മൈനസ് 120/15 നിങ്ങൾ ചെയ്യുക. PCയുടെ വാല്യൂ ഇതാ കിട്ടിയിരിക്കുന്നു. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറണ്ടിന്റെ വാല്യൂ എത്രയാണോ അത് അത്രയും കിട്ടും. അതേപോലെ ഓരോന്നും ചോദിക്കാം, ചിലപ്പോൾ ഇത് ചോദിക്കാം, ഇത് ചോദിക്കാം. അത് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ എന്താണോ എഴുതിയത് അത് ആ കറണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണോ എഴുതിയത്, പിന്നെ നമുക്ക് വോൾട്ടേജ് കിട്ടിയല്ലോ, അത് വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി ഇതേപോലെ തന്നെ ഒരു നോഡൽ അനാലിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനും കൂടെ നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് ടൈപ്പ് 2 കൂടെ കയറി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ ഏതൊക്കെയാണ് നോഡ് വരുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് ക്വാളിഫയിങ് ഡിസ്ക്വാളിഫയിങ് പ്രോസിനെ ഇപ്പം നിലവിൽ പറയുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക കേട്ടോ. ഓക്കെ, സോ ഈ നോഡുകളെല്ലാം നമുക്ക് ഒന്നിച്ച് എഴുതാം. ഓക്കെ, ഇത് ഗ്രൗണ്ട് നോഡായിട്ട് സെലക്ട് ചെയ്തു. ഫോർ V is equal to 0. ഇയാളെ ഞാൻ VA ആയിട്ട് എടുക്കുന്നു, ഇയാളെ ഞാൻ VB ആയിട്ട് എടുക്കുന്നു, ഇയാളെ ഞാൻ VC ആയിട്ട് എടുക്കുന്നു. VA ഉണ്ട്, VB ഉണ്ട്, VC ഉണ്ട്. ഫൈൻ. ഇവിടെ വിയുടെ ഇക്വേഷൻ നിങ്ങൾ എഴുതണം, VBയുടെ ഇക്വേഷൻ നിങ്ങൾ എഴുതണം, VCയുടെ ഇക്വേഷൻ നിങ്ങൾ എഴുതണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സൂപ്പർ നോഡ് അനാലിസിന്റെ കാര്യം മാത്രം ഞാൻ പറയാം. ഇവിടെ സൂപ്പർ നോഡ് ആരൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? VCയും ഗ്രൗണ്ട് നോഡും തമ്മിലാണ് സൂപ്പർ നോഡ് ഉണ്ടാക്കുന്നത്. VCയും ഗ്രൗണ്ട് നോഡും തമ്മിലാണ് ഇവിടെ സൂപ്പർ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതണം? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതണം? വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഉള്ള ആള് VC, മൈനസ് ഉള്ള ആൾ ആരാണ്? V ഈസ് ഈക്വൽ ടു വാല്യൂ 5 വോൾട്ട്. നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ 0 അല്ലേ, 5. VC ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഡയറക്റ്റ് നമുക്ക് VCയുടെ വാല്യൂ എന്ത് ചെയ്ത് കിട്ടി? സൂപ്പർ നോഡ് അനാലിസിസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. സോ ഗ്രൗണ്ടിന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടും. ഫൈൻ. പിന്നെ വേറെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ നിങ്ങൾ VC നോക്കുന്ന സമയത്ത് സൂപ്പർ നോഡ് ഇവർ രണ്ടും വെച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഇനി ഈ നോഡ് നോക്കണം. ഇങ്ങോട്ടേക്ക് നിങ്ങൾ VCക്ക് കറണ്ട് കൊടുക്കണ്ട, ഇങ്ങോട്ടേക്ക് മാത്രം കറണ്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.